വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പിളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എല്ലാ വീഡിയോ എനിക്ക് സ്പെഷ്യലാണ്, പക്ഷെ ഇത് ശരിക്കും എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ 2 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പോകണം. പക്ഷെ ട്രിപ്പല്ല, ശരിക്കും ഒരു ദിവസമാണ് നമുക്ക് ട്രിപ്പുള്ളൂ. ബാക്കി നമ്മളൊരു ദിവസം നമ്മളൊരു എന്താ പറയുക കുറച്ച് വഴിപാടുകളോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും എവിടേക്കാണ് ഈ പോകുന്നവർ? നമ്മൾ ഉണ്ണിക്ക് ഒരു വയസ്സൊക്കെ ആയ നിലയ്ക്ക് നമുക്കൊന്ന് മുട്ടടിക്കണം. മുട്ടടിക്കാൻ വേണ്ടി നമ്മൾ പഴനിയിലാണെന്ന് അറിഞ്ഞിരിക്കുന്നത്. നമ്മൾ പഴനിക്ക് പോവാണ്. അപ്പം ആക്ച്വലി പഴനിക്ക് പോകാമെന്ന് വെച്ചപ്പോൾ ഇവിടെ അച്ഛൻ പറഞ്ഞു നമുക്കന്ന് 2 ദിവസമായിട്ട് പോകും, ശനിയും ഞായറായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴനിയിലേക്കും പോകാം, നമുക്ക് അങ്ങനെ കൊടൈക്കനാൽ പോയി അങ്ങനെ ഒരു ട്രിപ്പ് ആക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ വിചാരിച്ചു. അപ്പം നമ്മൾ പഴനിയെ പോയിട്ട് ആണ് നമ്മൾ നേരെ കൊടൈക്കനാലിലേക്ക് പോകണം. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. വഴിപാട് ആദ്യം കഴിച്ചിട്ട് നമുക്ക് കൊടൈക്കനാൽ പോവാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് 40 കിലോമീറ്റർ കൂടി പോയിട്ട് ഒക്കെയാണ് പോകുന്നത് കേട്ടോ. അവിടെയാണ് നമുക്ക് സ്റ്റേ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കൊടൈക്കനാലിൽ ഇങ്ങനെ കണ്ട് വരാം, അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമ്മൾ ഇന്ന് വൈകുന്നേരം 2 മണി, അതായത് ശനിയാഴ്ച പുലർച്ചെ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. നാളെ പുലർച്ചെ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഒരു 6 മണിയോട് കൂടി നമ്മൾ പഴനിയിലെത്തി. അവിടെ നിന്ന് വഴിപാട് മുട്ടയ്ക്ക് അടിച്ച് മലയൊക്കെ കയറി ഉച്ചയോട് കൂടി അവിടെ നിന്ന് പഴനിയിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നമുക്ക് നേരെ കൊടൈക്കനാൽ പോകാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ തിരക്കും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ പഴനിയിൽ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ മറിയും. നമ്മൾ ഇന്ന് രാത്രിയാണ് ഇവിടുന്ന് പോകുന്നത്. ഇന്ന് രാത്രി മീൻസ് നാളെ പുലർച്ചെ 2 മണിക്ക് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ആരുമില്ല, ഒരു ട്രാവലറിലാണ് പോകുന്നത്. നമ്മുടെ ഫാമിലി ഇവിടെ നിന്നിപ്പോൾ വിഷ്ണുവിൻ്റെ ചേച്ചി, അവർ ഫാമിലി, ചേച്ചി പിള്ളേർ അളിയെ, പിന്നെ ഇവിടെ അച്ഛനമ്മ, ഞങ്ങൾ 4 ആൾ, പിന്നെ എൻ്റെ അമ്മ, പിന്നെ നമ്മുടെ ഫാമിലി ഉണ്ട്, പിന്നെ എൻ്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് അവരുടെ ഫാമിലി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൂണ്ടിയിലാണ് ഇപ്പം എൻ്റെ ചേട്ടൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ട്രിപ്പ് വിശേഷം. പിന്നെ ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എടുത്ത് വെക്കുകയാണ്. ഇന്ന് രാത്രി 2 മണിക്ക് പോകണ നേരത്തേക്ക് ഇൻട്രൊഡക്ഷൻ എന്തായാലും എടുക്കാൻ പറ്റില്ല. എല്ലാവരും വന്ന് പോണ തിരക്കിലൊക്കെ ആയിരിക്കും, ഡ്രസ്സ് മാറുന്ന തിരക്കിലായിരിക്കും. അപ്പം എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴേ ഇൻട്രൊഡക്ഷൻ എടുത്ത് വെക്കുകയാണ്. ഇനി അപ്പം എന്താവും എങ്ങനെയാവും എന്നറിയില്ല. അതുപോലെ വീഡിയോസിൽ എന്തോരം വീഡിയോസ് ഞാൻ എടുക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഇവിടുന്ന് പോണ വീഡിയോസൊക്കെ ചിലപ്പോൾ ഞാൻ എടുക്കാൻ മറക്കാം. പിന്നെ എനിക്ക് പിറന്നാളിൻ്റെ വീഡിയോസിനെ പറ്റി ചിലപ്പോൾ അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റാം. ഓളം വീഡിയോസുകൾ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കാര്യങ്ങൾ. പറ്റുന്നത്രയും വീഡിയോസ് ഞാൻ എടുത്ത് പറ്റുന്നത്രയായിട്ട് ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാര്യം എന്താ പറയുക, വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പഴനിക്ക് പോകണമെന്നാണ്. ചിലപ്പോൾ 2 ദിവസത്തെ കൂടെ ഒറ്റൊരു വീഡിയോ ആയിട്ട് വരും. അതായത് അത്രയ്ക്കൊക്കെ ഷോർട്ടുകൾ ഞാൻ എടുത്തിട്ടുള്ളതെങ്കിൽ അത്രയ്ക്ക് ഒറ്റൊരു വീഡിയോ ആയിട്ട് വരും. അല്ലെങ്കിൽ 2 ദിവസത്തെ 2 വീഡിയോ ആയിട്ട് വരും കേട്ടോ. അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം, വിശേഷങ്ങളൊക്കെ കണ്ടുവരാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ യാത്രയായി, അമ്മ അവിടെ യാത്ര ആവണം. ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. അപ്പോൾ എല്ലാവരും യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻ്റെ ഷാമിലേക്ക് വന്ന് യാത്രയായിട്ട് വീട്ടിൽ നിന്ന് യാത്രയായി വന്നിട്ടുണ്ട്. എൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് ഷാമിലും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡബ് ചെയ്യാൻ കാരണം എല്ലാവരും കൂടെ ഭയങ്കര ശബ്ദമാണ്, അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഇതിന് ഡബ്ബിങ് കൊടുക്കുന്നത് കേട്ടോ. എന്റെ മോള് പറയുന്നത് ഹലോ ഗൈസ്. നന്ദു പറയേ ഹലോ ഗൈസ് പറഞ്ഞേ. ഹലോ ഗൈസ്, ഹലോ ഗൈസ് കുഞ്ഞു പറഞ്ഞേ ഹലോ ഹലോ ഗൈസ് പറയില്ല. ഹലോ ഗൈസ്, നമ്മള് പഴനിക്ക് പോവാണ് പറയും. അപ്പോൾ ഞാൻ പറയണ കേട്ടിട്ട് എൻ്റെ മോളിടയ്ക്ക് പറയാൻ ശ്രമിക്കുന്നത്. നന്ദു പിന്നെ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണാൻ അവള് അങ്ങനെ പറയാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയിൽ കയറി എല്ലാവരും ഞങ്ങൾ ബാക്കിലാണ് ഇരുന്നത്, ഏറ്റവും ബാക്കിലായിട്ടാണ്. ഷാമിൽ ഓപ്പോസിറ്റ് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇരിക്കുന്നുണ്ട്. എൻ്റെ മോള് അവിടെ അമ്മയുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, രാവിലെ തന്നെ അമ്പലത്തിൽ പോകുന്ന കാരണം പിന്നെ 2 മണി നേരം കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഭക്തിഗാനങ്ങൾ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഭക്തിഗാനങ്ങൾ കേട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ
ഞാൻ എന്നെ ഒന്ന് കാണിക്കാൻ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ പാട്ടായ കാരണം അപ്പോഴും നമുക്ക് എന്താ പറയുക അവിടുത്തെ വോയിസ് ഇടാൻ പറ്റുന്നില്ല, കോപ്പി റൈറ്റിങ് കിട്ടും. പിന്നെ അതേ നമ്മൾ എവിടെ എത്തി, ഇപ്പം നമ്മൾ വടക്കുംചേരി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കണം, ഡ്രൈവർക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞ് നിർത്തിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്നിറങ്ങി ചായയൊക്കെ ഒന്ന് കുടിച്ചു. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു. അവിടെ കുറേ മറ്റേ ഹോട്ട് ചിപ്സിൻ്റെ ഒക്കെ കടകളുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു. എന്തായാലും 2 ദിവസം പോകാമല്ലോ, പിള്ളേരുകളുണ്ട് കയ്യിൽ കുറേ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. ഞങ്ങളുടെ സീറ്റിൻ്റെ ബാക്കിൽ നിറച്ച് നമ്മുടെ ലഗേജുകളാണ്. ഈ വണ്ടിയിലാണെന്ന് ലഗേജ് വെക്കാൻ അത്ര സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ പൂണ്ടിയിലേക്ക് പോകണം, അവിടെ ചേട്ടൻ്റെ സ്ഥലം. അപ്പോൾ അവിടെ നമുക്ക് എന്താ പറയുക കുറച്ച് സാധനങ്ങൾ അവർക്ക് വേണ്ടി കാണിച്ചു കൊണ്ട് പോകണമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും നമ്മൾ പഴനിമലയാണ് കാണുന്നത്. നേരം ത്രീശ വെളുക്കുന്നൊരു നേരമാണ് കേട്ടോ. അപ്പോൾ പഴനി കണ്ടു തുടങ്ങി. സമയം ഒരു 5:30-6 മണി ആവണുള്ളൂ, 5:30 സമയമാണ്. ഇത് നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നൊരു ഭാഗമാണ്. കറക്റ്റ് നമ്മളവിടെ ചെന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ നല്ല വെളിച്ചം വെച്ചു. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോവണം. അപ്പം നമ്മൾ ഉണ്ണികളൊന്നും കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അവർക്ക് വേണ്ടി ഡ്രസ്സ് എടുത്ത് പിടിച്ചിട്ടുണ്ട് ബാഗിൽ. പിന്നെ വെള്ളം അങ്ങനെയൊക്കെ പിടിച്ചിട്ടുള്ളൂ. പിന്നെ ആരും കുളിക്കണില്ല, ബാക്കിയുള്ളവരും കുളി കഴിഞ്ഞ് വന്നവരല്ലേ. അപ്പോൾ എല്ലാവരും കണ്ടെന്നുള്ള മേക്കപ്പൊക്കെ ചെയ്ത് ഫ്രഷായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞാനായാലും. അപ്പം എൻ്റെ മോളെന്ന് നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ പതുക്കെ അവളെ എടുത്തിട്ട് ഏൽപ്പിക്കാമെന്ന് നോക്കാം. മൊട്ടടിക്കുമ്പോൾ അവളെ എണീറ്റ് കഴിഞ്ഞാൽ കരഞ്ഞാലോ മര്യാദയ്ക്ക് തല കൊടുക്കില്ലല്ലോ, അതൊക്കെയാണ് എൻ്റെ ടെൻഷൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവളെ ഏൽപ്പിക്കാണ്ട് ഇങ്ങനെ എൻ്റെ തോളത്ത് കെടുത്തി നോക്കുകയാണ് കേട്ടോ. അത് ഞങ്ങളിപ്പോൾ പഴനിയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സിസ്റ്റംസ് ആകെ മാറ്റി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് വണ്ടി നമ്മുടെ മലയുടെ ഫസ്റ്റ് ചവിട്ടുന്ന അവിടെ വരെ എത്തുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും വണ്ടികളൊന്നും എത്തിക്കില്ല. അപ്പോൾ അവരുടേതായ ഇലക്ട്രിക്കൽ വണ്ടിയിൽ വേണം നമ്മൾ കയറുക. നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കേണ്ട, ഇങ്ങനത്തെ ഇലക്ട്രിക്കൽ വണ്ടിയിൽ കയറിപ്പോകണം. ഞങ്ങൾക്കാണെന്ന് അറിയാതെ ആദ്യം തന്നെ ഒരു വണ്ടിയിൽ ഓടിപ്പോയി കയറി. ആ വണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ റോപ്പിൻ്റെ അവിടെ വരെ പോകുള്ളൂ, റോപ്പിൽ പോകണവർക്ക് അവിടെ വരെ. ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി വീണ്ടും വേറെ വണ്ടിയിൽ കയറിയിട്ടാണ് പോയത്. ആ വണ്ടിയിൽ കയറിയപ്പോൾ ബാക്കിൽ നിന്നുള്ള വ്യൂ ആട്ടത്. വണ്ടിയിൽ ശ്യാമിൽ ബാക്കിൽ നിന്ന് എടുത്ത് തന്നാണ്. ഞങ്ങളിതേ ഫ്രണ്ടിൽ ഇരിക്കണം. അപ്പോൾ വെച്ചാൽ അമ്പലത്തിന് ചുറ്റും ഒറ്റ പ്രൈവറ്റ് വണ്ടികൾ കയറില്ല, ഈ ഇലക്ട്രിക്കൽ വണ്ടികൾ കുറേ ഉണ്ട് അവരുടെ. അതിൽ വേണം നമ്മൾ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് എത്താനും പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് തിരിച്ച് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി. പിന്നെ കുറേ സിസ്റ്റംസ് മാറ്റിയിട്ടുണ്ട്. പണ്ട് മൊബൈൽ ഫോണൊക്കെ കൊണ്ടുപോയിരുന്നു, അപ്പോൾ അത് പറ്റില്ല. അങ്ങനെ കുറേ കയറാനിറങ്ങാനും വഴി മാറ്റി. അങ്ങനെ നമ്മൾ മൊട്ടടിക്കണതിൻ്റെ അവിടെ ദേവസ്വം വക മൊട്ടടിക്കുന്നുണ്ട്, അവിടെ എത്തിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ 6 മണിക്കൊക്കെ എത്തിയ കാരണം വലിയ തിരക്കൊന്നുമില്ല. അതെ നമ്മൾ നേരെ അപ്പം മൊട്ടടിക്കുന്നിടത്ത് കയറുകയാണ്. അപ്പം നമ്മൾ മുന്നേ മൊട്ടടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ വണ്ടിയിൽ കയറുമ്പോഴോട് എൻ്റെ മോളെ എഴുന്നേറ്റു കേട്ടോ. എനിക്ക് പിന്നെ നല്ല ടെൻഷനായിരുന്നു, ഇവിടെ ഇരിക്കുമെന്ന്. അങ്ങനെ ഞാൻ നേരെ വിഷ്ണുവിൻ്റെ മടിയിൽ അവളെ എത്തി. അപ്പം അച്ഛൻ്റെ മടിയിലായാലും അച്ഛൻ ഇങ്ങനെ കന്നിമുട്ടയാണോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ അതിങ്ങനെ കുറേ നോക്കി, അങ്ങനെ നോക്കി. പിന്നെ അച്ചാച്ചൻ പിടിക്കുന്ന പോലെ തന്നെ ആൾ തലയൊക്കെ വെച്ച് കൊടുത്ത് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. സാധാരണ ഞാൻ വീട്ടിൽ എന്താ പറയുക, അവളെ മുടി കെട്ടാന്നോ അല്ലെങ്കിൽ മുടി ഇരാന്നൊക്കെ പറഞ്ഞ് ഇരുത്തി കഴിഞ്ഞാൽ ഒട്ടും ഇരിക്കില്ല അവൾ. പക്ഷെ ഇത് നോക്കിയപ്പോൾ അച്ചാച്ചൻ്റെ അങ്ങനെ ഇരിക്കുമ്പോൾ അവളതേമാതിരി തന്നെ ഇരിക്കും. അങ്ങനെ കണ്ടോ, ഇരുന്ന് സുഖമായിട്ട് ഇരുന്ന് കൊടുക്കാം. എനിക്ക് ശരിക്കും എന്താ പറയുക അത്ഭുതം. ഞാൻ ഒട്ടും അവൾ അങ്ങനെ ഇരിക്കുന്നത് പ്രതീക്ഷിച്ചില്ല. ഇനി എനിക്ക് ഉറക്കപ്പിച്ച് വിടാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ എല്ലാവരും വന്ന് നോക്കുക. അവിടെ ഒരാൾ ചുട്ട കരച്ചിലാണ്, കുഞ്ഞു. അവൾക്കും കൂടെ മൊട്ടടിക്കാനുണ്ടായിരുന്നു, ചേച്ചിയുടെ 2ാമത്തെ ക്രാവിന്. അവളെ കരച്ചിലാണ്. അവൾക്കിത് കണ്ടോടുകൂടി കരച്ചിലായി, ബ്ലേഡും കത്തിയൊക്കെ കണ്ടോടുകൂടി കരച്ചിലായി. അവൾ പുറത്തുനിന്ന് കറിയാത്തിക്കേ കയറുന്നില്ല. ഇതിനെ ഞങ്ങൾ വിളിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട് മുഖത്ത് നോക്കിയിട്ട്. ആ ചേച്ചൻ വെച്ചപ്പോൾ അതേമാതിരി നിന്ന് നല്ല പൊടി വെക്കും. അപ്പം ഞാൻ പറഞ്ഞത് കുഞ്ഞുവിനോടഞ്ച പറഞ്ഞത്, ഉണ്ണി വെട്ടണമൊക്കെ നീ എന്തിനാ കരയണത്, ഉണ്ണി കരയണില്ല, നീ ചേച്ചില്ലേ. അവളഞ്ച് വീട്ടിൽ നിന്ന് ഞാൻ മുടി വെട്ടിയടിക്കും, ഞാൻ ഗുഡ് ഗേളാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്ന് വന്നത്. അപ്പം എനിക്കറിയാം അവൾ ഇപ്പം 2-3 വയസ്സിൻ്റെ അവൾ എത്താറായിട്ടുണ്ട് അവൾക്ക്. അപ്പോൾ അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നോളൂന്ന് ഞാൻ വിചാരിച്ചത്. ഇവളാണ് മനസ്സിലാവാത്ത പ്രായമില്ല. അപ്പോൾ ഇവൾ കരയും, അവൾ ഇരിക്കുന്നു വെച്ച്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നേരെ ഓപ്പോസിറ്റായി. ഇവൾ സൂപ്പറായിട്ട് ഇരുന്ന് കൊടുത്തു. അവളാച്ചാൽ കരഞ്ഞ് കുഴണം. കുട്ടിക്ക് പിന്നെ വിഷമമുണ്ടായിരുന്നു, മുടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തപ്പി വെക്കാം, മേത്ത് പിന്നെ കുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കഴിഞ്ഞ വയ്ക്ക് വിഷ്ണു ഇരുന്നു കേട്ടോ. അപ്പോൾ വിഷ്ണു അടുത്ത ആളെടുത്താണ് ഇരുന്നത്. ഇയാളെങ്കിൽ അത്ര പഠിച്ച് വരുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. വിഷ്ണുവിൻ്റെ തലയൊക്കെ ഒന്ന് മുറിച്ചു. ആദ്യം ഇയാളിങ്ങനെ വെട്ടി വന്നപ്പോൾ മുറിച്ചു എന്നുകൊണ്ട് തല. അത് കഴിഞ്ഞിട്ട് പിന്നെ
എന്താ പറയുക, വേറൊരാൾ വന്നിട്ടാണ് ഫുൾ ഫിനിഷാക്കിയത്. നമ്മൾ ചെറിയൊരു വീഡിയോ എടുക്കാനും അതിനൊക്കെ അടുത്തെല്ലാവരും നിന്നുകൊണ്ട് കുഴപ്പമില്ല. വലിയ ആൾക്കാരുടെ ആകുമ്പോൾ അവർ സമ്മതിക്കണില്ല. ഞങ്ങളൊക്കെ അവിടെ മാറിപ്പോ തിരക്കാണ്. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ അകലെന്ന് ഞങ്ങളൊക്കെ നീങ്ങുന്നത് കാണാം കേട്ടോ. അപ്പോൾ കണ്ട അവൻ്റെ തല മുറിച്ചിട്ട് വേറെ ആളെ പിന്നെ വന്ന് ഫിനിഷ് ചെയ്തത്. വേറെ എടുത്തത് എന്താണെന്നൊന്നും അറിയില്ല, അയാൾക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. പാചകം പിന്നെ കുഞ്ഞുവിൻ്റെ ചെയ്യാൻ വേണ്ടി അയാൾ കുറേ വിളിച്ചു. ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഈ ഉണ്ണീരെ ചെയ്ത ആളെ കൊണ്ട് തന്നെ ചെയ്യിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളങ്ങനെ നിന്നു. അപ്പോൾ വിഷ്ണുവിന് നേർച്ചൊന്നുമല്ല, വിഷ്ണു എന്തായാലും പിള്ളേരടിക്കുമ്പോൾ അവർക്കൊരു കമ്പനിക്ക് അടിക്കുന്നത് കേട്ടോ. എന്തായാലും നമ്മുടെ മുട്ടയ്ക്ക് അടിച്ച് ചന്ദനമൊക്കെ തേച്ച് ഇങ്ങനെ. അതിന് ശേഷം നമ്മളിത് പഴനിയിൽ നമ്മൾ 9 മണിയായപ്പോഴേക്കും നമ്മൾ തൊഴുതിറങ്ങി. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല, വേഗം കയറാനും പറ്റി ഇറങ്ങാനും പറ്റി. അത് കഴിഞ്ഞ് രാവിലെ അവിടെ നിന്നൊരു തട്ടിക്കണ ജസ്റ്റ് ഫുഡ് കഴിച്ചു. അതെനിക്ക് അത്ര വലിയ താല്പര്യമായില്ല. അങ്ങനെ എന്തെങ്കിലും നമ്മൾ വണ്ടിയിൽ കയറി ഇനി നേരെ പൂണ്ടിക്ക് പോകണം കേട്ടോ. കുഞ്ഞുവിനെ കൊണ്ട് നമ്മൾ മുട്ട അടിപ്പിച്ചു വിട്ടാൽ തലയൊക്കെ പിടിച്ച് വെച്ചിട്ട് എന്താ പറയുക, അങ്ങനെ 4 ആൾ 3 ആളൊക്കെ കൂട്ടി പിടിച്ച് കൈയും കാലൊക്കെ പിടിച്ച് അവളെയും മുട്ട അടിച്ചു. അപ്പം ഞാൻ അങ്ങനെ കുഞ്ഞിനോട് വർത്താനം പറയാൻ കേട്ടോ. വണ്ടിയിൽ അവൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ 3 മുട്ടകളൊക്കെ നമ്മൾ പോയി. അങ്ങനെ പോകുമ്പോഴേക്കും ഉച്ചയ്ക്ക് നമ്മുടെ ഡ്രൈവർക്ക് ഇങ്ങനെ ഓരോ സ്പോട്ടുകളാണ് ഫുഡ് അടിക്കാൻ. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മളിതേ ഇങ്ങനെ ഒരു ഫുഡ് അടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. കുഴപ്പമില്ല, അതായത് ഞങ്ങൾ ഫ്രൈഡ് റൈസ് ബിരിയാണി ഒന്നും കുഴപ്പമില്ല, ചോറ് അത്ര പോരാ എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് അടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇത് കയറാൻ തുടങ്ങിയിട്ടാണ്. നമ്മുടെ എന്താ പറയുക, കൊടൈക്കനാലിൻ്റെ ഇത് കയറാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഇത് അടിപൊളി വ്യൂസാണ്. കുറേ എടുത്ത് കൂടിയതായിരുന്നു ഞങ്ങൾ വ്യൂസ്. നമുക്ക് ഓരോന്നും കാണുമ്പോൾ ഇങ്ങനെ എടുക്കാൻ തോന്നും. പക്ഷേ എല്ലാം കൂടെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഭയങ്കര ലോങ് ആവും. കണ്ടാ അവരടുത്ത് ഔട്ടർ ലുക്ക് ഭയങ്കര എന്താ പറയുക, നല്ലൊരു ഇതാണ് കേട്ടോ. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുഡ് കഴിച്ച് പിന്നെ ഇടയ്ക്ക് ചായയൊക്കെ കുടിക്കാൻ നിർത്തി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടുന്ന് 9:30 പോന്നിട്ട് ഇടയിൽ കുറേ വട്ടം നിർത്തിയിട്ടുണ്ടായിരുന്നു വെള്ളം വാങ്ങിക്കാൻ, അങ്ങനെ അങ്ങനെയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതേ നന്ദപ്പനെ ഇരുന്ന് നോക്കാം കേട്ടോ. പിള്ളേർക്ക് അത് തണവായി തുടങ്ങി. അപ്പോൾ നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോൾ തന്നെ തണവായപ്പോൾ നമ്മൾ വേഗം എല്ലാവർക്കും സ്വെറ്റർ ഇട്ട് കൊടുത്തു. പിള്ളേർക്ക് വലിയവർക്കാർക്ക് അത്ര സ്വെറ്റർ ഒന്നും ഇട്ട് കൊടുത്തില്ല, പിള്ളേർക്ക് ഫുൾ സ്വെറ്റർ ഇട്ട് സെറ്റാക്കി. തിരിച്ച തണവടിക്കണമായിരുന്നു. നമുക്ക് ആ കാറ്റും പിന്നെ വണ്ടിയിൽ ഇത് ചില്ല് തുറക്കുമ്പോൾ ആ കാറ്റും അതൊക്കെ കൂടെ ആകുമ്പോൾ അപ്പോൾ പിള്ളേർക്ക് വേഗം സ്വെറ്റർ ഇട്ട് അവരെ സെറ്റാക്കി. ബാക്കി എല്ലാവർക്കും വെച്ചാൽ ഫുഡ് കടിച്ച് ആവശ്യതയിലാണ്. ഞാനും വിഷ്ണു ഷാമിലി വെച്ചിട്ട് എന്താ പറയുക ഭയങ്കര വൈബ് മൂഡിലാണ് ഡാൻസ് കളിക്കുക. അപ്പം എനിക്കത് ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. എൻ്റെ മടിയിൽ രാവ് ഇറങ്ങിപ്പോയി അമ്മയുടെ എനിക്ക് ഇരിക്കുക. അപ്പോഴാണല്ലോ എനിക്ക് കളിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് എനിക്ക് കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോയത് എൻ്റെ അമ്മയ്ക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി ഏറ്റുന്നതാണ്. അപ്പോൾ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസ് കളിക്കും വേണം, വീഡിയോ എടുക്കും വേണം, രണ്ടും കൂടി ആയിട്ട് എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവരുടെ എടുത്തു. പിന്നെ വെച്ചു എന്നെ എടുക്കാമെന്ന് വെച്ചു. പിന്നെ വെച്ചാൽ എൻ്റെ മോൾ ഉറങ്ങേണ്ട നേരം അങ്ങനെയൊക്കെ ആകുമ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് എന്നെ വരും പാല് കുടിക്കാൻ വേണ്ടി. അതിന് വേണ്ടിയാണ് നമ്മൾ ബാക്കിൽ പോയിരുന്നതും. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പോകുമ്പോഴേക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ചായ കുടിക്കാനായിട്ടും അങ്ങനെ വെള്ളം വാങ്ങിക്കാനൊക്കെ ആയിട്ട് നിർത്തുന്നത്. ഞാനത് എൻ്റെ കയ്യിൽ പാകം നോക്കാം. അപ്പം കേട്ടിന്ന് ഡാൻസ് കളിക്കാൻ എൻ്റെ വിഷമത്തിൽ ഞാൻ ഇരുന്നു കൊണ്ട് ഡാൻസ് കളിക്കാൻ കേട്ടോ. കുറേയൊക്കെ നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കുഞ്ഞും നന്ദു എല്ലാവരും പിള്ളേരുകളൊക്കെ ഒരുവിധം ഉറങ്ങിയിട്ടുണ്ടോ ആ ഒരു ഇത് കയറുന്നത് കണ്ടതൊക്കെ. ബാക്കിൽ നമ്മുടെ ലഗേജുകളാണ്. ആ പെറ്റിൻ്റെ മീൻ കുറച്ചത് ഇതൊക്കെയാണ്. അപ്പം നമ്മൾ പൂണ്ടി പോയി സ്റ്റേ ചെയ്യുമ്പോൾ അവിടെ വെച്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെ കുറേ ഈ ഔട്ട്ലുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ട് ഞാൻ കുറേയൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കുറേയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്താറാകുമ്പോഴേക്കും ഒരുവിധം 5 മണി ആ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ എത്താറായപ്പോൾ. അപ്പോൾ അത് കണ്ട കോട ഇറങ്ങിയിട്ടാണെങ്കിൽ ഒന്നും കാണാനില്ല, അത്രയ്ക്കും കോട. ഇതിപ്പോൾ ഇങ്ങനെ തണവും കോടയും വരാൻ കാരണം ഇത് സീസണൊന്നുമല്ല, എന്നിട്ട് പോലും ഇങ്ങനെ തണവും ഇതും വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തോടെ ഉച്ച തൊട്ട് മഴ പെയ്തപ്പോൾ നല്ല തണവായി. മഴ ഇല്ലെങ്കിൽ അത്ര തണവൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത് എൻ്റെ ചേട്ടൻ. പക്ഷെ മഴ പെയ്ത കാരണം നല്ല തണവായിരുന്നു. സീസണിൻ്റെയൊക്കെ അത്ര തണവുണ്ടായിരുന്നു. അപ്പോൾ സീസണിൽ ഇതിൽ നല്ല തണവുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടിയൊന്നും നിർത്തി ചായ കുടിക്കാം, ബാത്റൂമിലേക്ക് പോകേണ്ടവർക്ക് ബാത്റൂമിൽ പോകാം. നമുക്ക് ഈ തണവടിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ കൊണ്ടുവരും. ഓരോരുത്തർക്കും പല നേരത്തിലാണ് തോന്നുക. അപ്പോൾ അങ്ങനെ ഒക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയിരുന്നു കേട്ടോ. ചായ കുടിക്കുന്നവർക്ക് ചായ കുടിക്കാമെന്നുള്ളൊരു ഇതിലും കൂടിയാണ്. ഇതൊരു ചെറിയൊരു ടീ ഷോപ്പ്. പിന്നെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറേ സെറ്റപ്പുകളുണ്ട്, ഇങ്ങനെ ഗസ്റ്റുകളൊക്കെ ആയി വരുമ്പോൾ അങ്ങനെയൊക്കെ എടുക്കാം. അങ്ങനെ നമ്മൾ പൂണ്ടി സെൻറ്ററിലെത്തി.
അതെ ആ സായിക്ക് നമുക്ക് കുറച്ച് സാധനം കൊടുക്കാറുണ്ട്. അത് നമ്മുടെ തൃശ്ശൂർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ്റെ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ ആ ഹോട്ടലാണ്. അപ്പോൾ അവിടേക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കണമായിരുന്നു. ആ ചേട്ടൻ്റെ തന്നെയാണ് എന്താ പറയുക ഫംഗീസ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടല്ല, ആ ഒരു മഡ് ഹൗസുകൾ, അവിടേക്കാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇടയിൽ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ പക്ക ഒരു ഉൾഗ്രാമമാണ്, തമിഴ്നാടിൻ്റെയൊക്കെ ഒരു കൊടൈക്കനാലിൽ നിന്നൊക്കെ ഒരു ഉൾഗ്രാമമാണ്. അവിടെയാണ് ഇങ്ങനത്തത് സംഭവം. സൂപ്പർ വൈബാണ്, സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ അവിടെ നിന്ന് നേരെ വെച്ച് പിടിക്കാമെന്ന് വെച്ചു. ഇതാണ് നമ്മുടെ സ്ഥലം. അവിടെ ചെന്നിറങ്ങിയപ്പോൾ നല്ല തണവായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് കുറച്ച് അടിയിലേക്ക് ഇറങ്ങണം, കുത്തനെ ബേഗൊക്കെ എടുത്തിറങ്ങുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. അന്ന് തന്നെ തട്ട് കൃഷികളാണ് അവിടെ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, വെളുത്തുള്ളി, ബീൻസ്. ഇപ്പോൾ വെളുത്തുള്ളി ബീൻസാണ്, അങ്ങനെ മാറി ചെയ്യും. അവിടെ കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സ്വന്തമായ കുറച്ച് പട്ടികളുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ വോയിസ് കൊടുക്കുന്നത് ഫുൾ പാട്ടാണ്. അവരതിനുള്ളിൽ ഫുൾ പാട്ട് വെച്ചിരിക്കുക. ഞാൻ എങ്ങാനും ആ പാട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കോപ്പി റൈറ്റിംഗ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയും വോയിസ് കൊടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കും എന്താ ഞാൻ ഈ വോയിസിൽ കിടന്നു. അത് എല്ലാവരും കോട്ടിട്ടിട്ട് അവിടെ ചെന്നപ്പോൾ അത്രയും തണവായിരുന്നു. വിഷ്ണുവിനെ എനിക്ക് കോട്ട് കിട്ടിയില്ല, അതാണ് ഉണ്ടായത്. എല്ലാവരും വരുമ്പോൾ കോട്ട് കൊണ്ടുവരാണ്ട് ഞാൻ അവനെ കൊണ്ടുപോയി കൊണ്ടുവന്നിട്ട് ദാനം ചെയ്തു. അങ്ങനെ ഇങ്ങനത്തെ കുറേ മഡ് ഹൗസുകളാണ് കണ്ടാം. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് കലാപരിപാടികൾ അവരുടേതായ രീതിയിൽ നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു മഡ് ഹൗസ് ഇതിലാണ് അപ്പോൾ ഞങ്ങളെടുത്ത മഡ് ഹൗസ്. ഇതേപോലെ അതിൻ്റെ മുകളിൽ കുറേ മഡ് ഹൗസ് ഉണ്ട്. അപ്പോൾ ഈ നല്ല ഇത് ഇത്തിരി റേറ്റ് കൂടിയ ഹൗസാണ് കേട്ടോ. നമുക്ക് സൗജന്യമാണ് നമ്മൾ, പക്ഷേ അവിടത്തേൽ വെച്ചിട്ട് ഏറ്റവും റേറ്റ് കൂടിയത് ഏറ്റവും സൗകര്യമുള്ളൊരു ഹൗസ് ഇതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ഡാൻസ് കളിക്കാനുള്ള ഏരിയ, അങ്ങനെ ഓരോ ഫയർ ചെയ്യാനുള്ള ഏരിയ, അങ്ങനെ ഓരോന്നിനും ഓരോ ഏരിയകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോസൊക്കെ എടുക്കട്ടെ. ഒരു ഞാൻ ഇപ്പോൾ അവിടെ പകുതി പേര് ചോറും തുടങ്ങി. അപ്പം ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു കൊണ്ടായിരുന്നു. അതൊക്കെ തലക്കറിയൊക്കെ വെച്ചു. അവരെ അമ്മമാർ തലക്കറി മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അവിടെ ഹൗസിൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ചൊന്നുമില്ല. അത് ഇങ്ങനെ ഒരു ബെഡ് ഇവിടേക്കുണ്ട്, അതായത് പിള്ളേർക്ക് കിടന്ന് ഉറങ്ങാൻ കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ബെഡ് ഇവിടെയുണ്ട്. ഇത്ര ഉള്ളൂ ഇവിടെ സൗകര്യം. മുകളിലോട് നിറച്ച് കളിമണ്ണായിട്ട്. പിന്നെ ഒരു ബാത്റൂമുണ്ട്, അതായത് ഗസ്റ്റുകൾക്കൊക്കെ വരുമ്പോൾ ഓക്കെയാണ് കേട്ടോ. ബാത്റൂമൊക്കെ അടിപൊളി ബാത്റൂമാണ്. ഇതേപോലെ തന്നെയാണ്. പക്ഷേ ഈ വീടിൻ്റെ അത്ര ഉള്ളിൽ സൗകര്യമില്ല ചില വീടുകൾക്ക്. ഞാൻ വീഡിയോസ് എല്ലാ വീടിൻ്റെ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാളത്തെ വ്ളോഗിൽ വരും. ഇന്നത്തെ വ്ളോഗ് ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ ചെന്ന വഴിക്കൊരു കട്ടൻ ചായ ഒക്കെ കുടിച്ചോളാം. ഇപ്പം കട്ടൻ ചായ കുടിക്കാൻ നമുക്ക് തോന്നും, അത്രയും നല്ലതാണ്. ഇതാണ് അവർ ഓഫീസിൽ നിന്നല്ല, അവരുടെ ആൾക്കാരോട് ഇപ്പം ചെറിയൊരു കിച്ചൺ അടക്കമുള്ള ഒരിതാണ് അത്. ഇവരിപ്പോൾ ഇവിടെ എന്താ രക്ഷമായി എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ചെന്നതും പെട്ടെന്ന് ഇരുട്ടായി, കാരണം നമുക്ക് അധികം സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ അപ്പോൾ ഈ പിള്ളേരും ചെറു ഓടി നടക്കും. ഞാൻ എന്ത് ചെയ്തു, ഇവരെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു. നമുക്ക് ശരിക്കും ഗസ്റ്റുകൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും പ്രവേശനമില്ല. നമ്മൾ വീട്ടുകാരായ കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല പ്രവേശനമുണ്ട്. നമ്മൾ തന്നെയാണ് കുക്ക് ചെയ്തിരുന്നത്, എല്ലാം ചെയ്തിരുന്നത് നമ്മൾ തന്നെയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ അമ്മമാർ ഇന്ന് കുക്കിങ് ചെയ്യേണ്ടത്. ആ ബ്രൗൺ അല്ല റെഡ് കോട്ടാണ് എൻ്റെ ചേട്ടൻ കേട്ടോ. ഇതൊക്കെ അടുത്ത പിള്ളേരാണ്. അവരെ സ്റ്റാഫുകൾ ഇല്ല, അവരെ സ്റ്റാഫ് ഒന്നുമില്ല, അവരൊക്കെ ഫ്രണ്ട്സ് പോലെയാണ്. അങ്ങനെയാണ് അവിടെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇവരുടെ മീൻ കറി വെച്ചുകൊടുക്കാം. എൻ്റെ ചേട്ടൻ്റെ അവിടെ അവരെ ഗീ റൈസ്, അവിടുത്തെ സ്പെഷ്യലാണ് ഗീ റൈസ്. അടിപൊളി സാധനമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് പോയിട്ട് കഴിച്ചു തീർക്കും. അപ്പുറത്തെ ദേവൻ അവിടെ ചിക്കൻ കറി വെക്കുകയുള്ള സബോള ഇയാൾ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർ ഇടയിൽ സ്റ്റാഫിന് വെച്ച് കൊടുക്കുകയും ചെയ്യുന്ന അവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ അമ്മമാർ മീൻ കറി വെക്കുന്നുണ്ട്. അവർ പറഞ്ഞു അമ്മമാർ മീൻ കറി വെക്കുക, അവർക്ക് നാട്ടിലത്തെ കറി കൂട്ടാൻ വേണ്ടിയാണ്. അവർ വെക്കുന്ന കറി ഒന്നും വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അമ്മമാർ വയ്ക്കുക. അപ്പം എൻ്റെ അമ്മയും ചെയ്യുന്ന വീഡിയോ കണ്ട ഇപ്പം നമുക്കറിയാം വ്ളോഗാണ് എടുക്കണതെന്ന്. അപ്പോൾ അവർക്കൊന്നും അറിയണമായിരുന്നു. അപ്പം എൻ്റെ അമ്മ അവരോട് പറയണത് അവൾ വ്ളോഗാണ് എടുക്കണം. അവരത് കണ്ട് ക്യാമറയ്ക്ക് ഇരുന്നത് തരുന്നില്ല. പിന്നെ ഞാൻ ഇത്തിരി നേരം സംസാരിച്ച് നിന്നോടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ക്യാമറയുടെ പൊസിഷൻ അങ്ങോട്ട് മാറിപ്പോയത് അതുകൊണ്ടാണ് കേട്ടോ. ഇവർ വേഗം മീൻകറിയൊക്കെ വെച്ച് വന്നിട്ട് ഇവർ സംസാരിക്കാതിരുന്നു. ഇരിക്കട്ടെ കുറച്ച്, ഇവർക്ക് മീൻകറിയൊക്കെ വെക്കാൻ കാരണം തന്നെ ഇവർക്ക് ഒന്നും കാണാൻ പറ്റില്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞങ്ങൾ ചെന്നത് ഇരട്ടെ. അപ്പോൾ എന്താ അമ്മയൊക്കെ മീൻകറി വെച്ച് ചെയ്യാൻ പോയപ്പം ഞങ്ങളോട്, പിന്നെ ഞാൻ പെട്ടെന്ന് എന്നോട് അടുക്കളയ്ക്ക് പോയത് ഉണ്ണിക്ക് കുറുക്കൊക്കെ കൊടുത്ത് പാത്രം കഴുകാനുണ്ട്. അപ്പോൾ പറഞ്ഞു സർലാസ് ഉണ്ടാക്കടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സർലാസ് ഉണ്ടാക്കാൻ നിന്ന്, അല്ല ഞാൻ ഷാമിലിനോട് ഇത് നന്നാക്കാൻ പറഞ്ഞു. എന്ത് സവോള 8 മണിയാകുമ്പോൾ ഒരു ഫുഡ് കൊടുത്തു തുടങ്ങും.
അപ്പം ഞാൻ ചാമതി സബോളയൊക്കെ നുറുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം തൈര്, ഇവിടെ മറ്റേ കട്ടത്തൈര് ഇല്ലേ മറ്റേ വാങ്ങിക്കുന്നത്, അങ്ങനത്തെ തൈരാണ്, അത്ര പുളിയുള്ള തൈരായിരിക്കില്ല. അപ്പം അത് ഞാൻ വേഗം ഓരോന്ന് പൊട്ടിച്ച് ഞാൻ ഇടാണ്. പിന്നെ അതിൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ടൂറിൽ പോയി വന്നതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് പോയി വന്നിട്ടുള്ളത് കേട്ടോ. വന്നിട്ട് ഒരാഴ്ചയൊക്കെയായി, എങ്കിലും സൗണ്ടിനൊന്നും ഇപ്പോഴും ശരിയായിട്ടില്ല. നല്ല കഫക്കെട്ടൊക്കെ പിടിച്ചു. ഇത് എല്ലാവർക്കും പിടിച്ചു, പിള്ളേർക്ക് അധികം പിടിച്ചിട്ടില്ല. എൻ്റെ മോൾക്ക് പക്ഷെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. അവൾ പിന്നെ അവിടെ നിന്ന് വന്നതിൻ്റെ എല്ലാം അവൾക്ക് പിടിച്ചിരിക്കുന്നുണ്ട്. അവൾ അതിന് ശേഷം ഇവിടെ ഒരു പൂരം ഉണ്ടായിരുന്നു, ആ പൂരത്തിനാണ് കുറച്ച് ഐസ്ക്രീമൊക്കെ അയച്ചിരുന്നാണ് അവൾക്ക് പിടിച്ചത് കേട്ടോ. അപ്പം ഞാനങ്ങനെ തൈരൊക്കെ പൊട്ടിച്ചിട്ട് വേഗം ശരിയാക്കാനും നമുക്കറിയില്ലല്ലോ. ഒരു 25 ആളാണ്. ഞങ്ങൾ തന്നെ ഇവിടുന്ന് 10-14 പേരുണ്ട്, 17 പേരുണ്ട് കുട്ടികളടക്കം. പിന്നെ അവിടെ കുറച്ച് ഗസ്റ്റുകൾ, ഒരു 5-8 പേര് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കപ്പിൾസ് ഉണ്ട്. അങ്ങനെ അപ്പം ഒരു 25. പിന്നെ അവിടെ അവർ കുറേ പിള്ളേരുകളുണ്ട്. അങ്ങനെ 25 ആൾക്കുള്ള ഫുഡാണ് നമ്മളോട് തൈര് ഉണ്ടാക്കുക. അങ്ങനെ എണ്ണം വെച്ചിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കാനുള്ള അത്ര പഠിച്ചിട്ടില്ലല്ലോ. അവർക്ക് പിന്നെ എന്നും ചെയ്യണ കാരണം ഏകദേശം ഒരു അളവൊക്കെ അറിയായിരിക്കും, എന്തോരം വേണം എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ നന്നായി വൃത്തിയാക്കി എടുക്കണം. വെറുതെ ഇതിന് കുറേ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. അപ്പം ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഞാൻ വെച്ചിരിക്കണം. വേറെ അപ്പോൾ അവിടുത്തെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചെക്കനും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവനെ നമ്മളെ കളിയാക്കി വാരിക്കൊണ്ടിരിക്കും. അപ്പം തിരിച്ച് ഞാൻ അവനെയും വാരിക്കൊണ്ടിരിക്കാം. അവൻ പറയും, ഈ ഒരു കുടുംബിനിയല്ലേ, നിനക്കറിയില്ല ഇത്ര പേർക്ക് ഉണ്ടാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെങ്കിലും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് അല്ല, ട്യൂഷൻ മേറ്റ്സാണ് ഞാൻ അവനും. അപ്പോൾ അങ്ങനെ അപ്പുറത്ത് മീൻ കറിയും നോക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അമ്മ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ലാസ്റ്റ് നമ്മളിതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ ഉപ്പിടണമെങ്കിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ കുറയുള്ളൂ. ഞാൻ പിടിച്ചിടുള്ളൂ ഉപ്പ് എല്ലാത്തിലും. പക്ഷേ ഉപ്പ് കൂടാൻ പാടില്ല. അപ്പം ഞാൻ വേഗം അമ്മയുടെ കൊടുത്തു, അമ്മയിട്ട് മിക്സാക്കി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ആദ്യം നമ്മൾ പെണ്ണുങ്ങളിരുന്നു കേട്ടോ, പിള്ളേരെ ആണുങ്ങൾ വെക്കാൻ തന്നിട്ട് നമ്മൾ അതായിരുന്നു. അപ്പോൾ ഗീ റൈസും ചിക്കൻ കറിയാണ്, പിന്നെ നമ്മൾ വെച്ച മീൻ കറി അങ്ങനെ ഉണ്ട്. ശരിക്കും മീൻകറി ഗസ്റ്റുകൾക്കൊന്നുമില്ല, നമ്മൾ പിന്നെ വീട്ടുകാരെ കാരണം നമുക്കുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ നല്ല പാട്ട് വെച്ച് കഴിഞ്ഞ് എപ്പോഴും നല്ല സൗണ്ടിൽ പാട്ട് വയ്ക്കുക. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഡയലോഗുകളൊന്നും ഇടാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് അവസ്ഥ. അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല 2 മേശയൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ നല്ല ഏരിയയൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ച് എല്ലാവരും ആണുങ്ങൾ പിന്നെ അവരുടെ കുറച്ച് കലാപരിപാടികളും അതൊക്കെ ആയിട്ട് നിൽക്കണം. അപ്പോൾ അത് ഞങ്ങൾ കഴിക്കാൻ വിചാരിച്ചു. അതെ, അവിടെ കണ്ട ആ ഒരു ഏരിയ, ഒരു വൈറ്റ് ഇതിൽ കണ്ട് അവിടെയാണ് നമ്മുടെ ഫയർ. നമ്മളങ്ങനെ ഫയറൊക്കെ ഇട്ടു കേട്ടോ. നല്ലതാണ് വരുന്നു. അപ്പോൾ എന്തായാലും തീ ഇടാന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ തീയൊക്കെ ഇട്ട് കുറച്ച് നേരം തീക്ക് ചുറ്റിയിരുന്ന് ചൂടായി. ഇതിന് ശേഷമാണ് നമ്മൾ ഡാൻസ് കളിക്കാൻ ഇറങ്ങിയത്. ഡാൻസ് കളിക്കുന്നത് നമ്മുടെ വീഡിയോയിലില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഡാൻസ് കളിക്കാൻ ഇറങ്ങി. അപ്പോൾ ആരും വീഡിയോ എടുത്തില്ല. അവിടുത്തെ പിള്ളേർ നമുക്കറിയണവരാണ്, അവരൊക്കെ നല്ല ഡാൻസായിരുന്നു. ഫയറിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ, ഡാൻസിൻ്റെ ഇല്ല കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഫസ്റ്റ് ഡേയിലത്തെ വിശേഷങ്ങൾ. നമ്മൾ ചുറ്റും ഇരുന്ന് നന്നായി ഒന്ന് ചൂടായി. അതിന് ശേഷം ഡാൻസ് കളിക്കാൻ ഇറങ്ങിയത്. എന്നാലല്ലേ നമുക്ക് കൈ കണ്ടിട്ട് ഇവിടെ അതൊരു കാറ്റ് വീശുന്നത് തന്നെ നല്ല തണവാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ഡേ വിശേഷങ്ങൾ പൂണ്ടിയിലത്തെ. ബാക്കി നെക്സ്റ്റ് ഡേ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ട്രിപ്പ് 2 ആയിട്ട് നമ്മൾ തൊട്ട് അടുത്ത ദിവസം തന്നെ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം.